ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പൊ നമ്മുടെ വണ്ടു ടോക്സിലൂടെയാണ് നമ്മളിപ്പോ പുറത്തേക്ക് പോകാൻ പോണത്, നമ്മുടെ ഷോ. അപ്പൊ ആദ്യമായിട്ടാണ് കുടുംബ സംഗമം നടക്കുന്നത്, എന്താണ് തോന്നുന്നത്? നല്ലതല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കുടുംബ സംഗമങ്ങളൊക്കെ വേണം. വേണം, ഇനിയും വരണം. ഇനിയും വരണം. വളരെ ഒരു ഇൻട്രാക്ഷനൊക്കെ നല്ലത്, ആൾക്കാർ പരസ്പരം കാണുന്നതും ഇടപെടുന്നതും സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ എപ്പോഴും നല്ല തന്നെ. എൻ്റെയോ? ഞാൻ തന്നെ ഒരു പെർഫോമൻസ് അല്ലേ? ഇല്ല, ഞാൻ സ്റ്റേജ് ഷോയിലൊന്നും ഞാൻ അത്ര തൽപരനല്ല. അത് വടം വലിച്ചു നോക്കാം. ഹൈദരാലി ആയിട്ട് വടം വലിയുണ്ട്. എവിടെയായിരുന്നു 2 ദിവസമായിട്ട്? ഞാൻ നിങ്ങളെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്, ഷൂട്ടായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ അമ്മ കുടുംബസംഗമം പൊളിക്കുവാണ്, ചരിത്ര സംഭവമാക്കാൻ പോവാണ് ചേട്ടാ. ഞങ്ങളുടെ എല്ലാമായ ജോയിനാക്കി. ഇനി ഒന്നും പേടിക്കാനില്ല, ബാക്കി എല്ലാം പുള്ളി നോക്കി. ജോയിച്ചേട്ടൻ്റെ ഗാനമുണ്ട്, സ്കിറ്റുണ്ട്, ഡാൻസ് ഉണ്ട്. അല്ലല്ല, അതെനിക്കിട്ടൊന്ന് എല്ലാത്തിലും ഇല്ലേ? ഹൈദരാലി വടമിടും, ഞാൻ വലിക്കും. ചേട്ടാ, എന്തായാലും വളരെ സന്തോഷമുള്ള മുഹൂർത്തത്തിലാണ് നമ്മളല്ലേ അമ്മയുടെ കുടുംബസംഗമം. ഇത്ര ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കുടുംബസംഗമം നടക്കുന്നത്. അതൊരു വലിയൊരു ആശയമായിരുന്നു, നിങ്ങളുടെ എല്ലാവരുടെയും കമ്മിറ്റിക്കാരുടെ ഒരു ആശയമായിരുന്നു. അതെങ്ങനെയായിരുന്നു ആ ഒരു ആശയത്തിലേക്ക് വന്നത്? ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ളൊരു ട്രോമ ഉണ്ടല്ലോ, നമ്മുടെ സംഘടനയ്ക്ക് ഉണ്ടായിട്ടുള്ള ചില ഡ്രോബാക്സ്, സെറ്റ് ബാക്സ്. അപ്പോൾ പൊതുവേ സംഘടന പൊളിഞ്ഞു, സംഘടന മൊത്തം രാജിവെച്ചു എന്നുള്ള രീതിയിലൊരു സന്തോഷങ്ങളാണ് പല മീഡിയകളും പങ്കുവച്ചത്. അതെപ്പോഴും മലയാളിക്ക് അങ്ങനെയാണല്ലോ, ഒരാൾ തകർന്നത് കാണുമ്പോഴാണ് സന്തോഷം. അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. അപ്പോൾ ഞങ്ങളൊരു പ്രോജക്റ്റായിരുന്നു കഴിഞ്ഞ കമ്മിറ്റിയുടെ. ഇതിലെ അംഗങ്ങൾക്ക് സൗജന്യമായി മരുന്നുകൾ, ചില രോഗികളാണ് പലരും, അവശരാണ്, നമ്മളൊക്കെ മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പം മരുന്ന് സൗജന്യമായി നൽകുന്നൊരു പദ്ധതി പ്ലാൻ ചെയ്തിരുന്നു. അതിന് ഫണ്ട് വേണം. പക്ഷേ ഈ എല്ലാവരും രാജിവെച്ച് അഡ്ഹോക് കമ്മിറ്റി മാത്രമായ സ്ഥിതിക്ക് ഇതെങ്ങനെ പ്രാക്ടിക്കലാക്കും എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് ഈ കുടുംബ സംഗമത്തിൻ്റെ ഒരു ഐഡിയ, മുമ്പേ ഉണ്ടായിരുന്നു ഈ ഐഡിയ, അത് നടത്താൻ തീരുമാനിക്കുന്നത്. അപ്പോൾ അതോടുകൂടെ നമ്മളൊരു കലക്റ്റീവ് ഫോഴ്സായി മാറുകയാണ്. അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ആണ്, ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ നടീനടന്മാരുടെ കുടുംബങ്ങൾ ഒരുമിച്ച് കുടുംബ സംഘം ഉണ്ടാകുന്നത്. അതെനിക്കറിയില്ല, അത് ഞാൻ അടിച്ചുപൊളിയുടെ ആളല്ല, പൊളിക്കൽ മാത്രമേ ഉള്ളൂ. അല്ല, ആശയം അത് നല്ലതായിരുന്നു ചോദിച്ചേട്ടാ, നല്ല ആശയമായിരുന്നു. നമ്മൾ എത്രയോ രോഗികൾ, ക്യാൻസർ രോഗികളുടെ ഒരു മെഡിക്കൽ വേണ്ടിയാണ് നമ്മൾ ഈ ഫണ്ട് തന്നെ ഉപയോഗിക്കുന്നത്. കണക്കിന് രൂപ വേണം 506 അംഗങ്ങൾക്ക്. അപ്പോൾ ഞങ്ങളിപ്പോൾ നടത്തുന്ന കുറേ ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട്. കൈനീട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പൈസ കൊടുക്കുന്നുണ്ട് അവശരായിട്ടുള്ള ആൾക്കാർക്ക്. അതിന് പുറമെ ആയിരക്കണക്കിന് രൂപയ്ക്ക് മരുന്ന് വന്ന ആൾക്കാരധികവും. ആ മരുന്നുകൾ സൗജന്യമായി അവർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു ഫണ്ട് സമാഹരിക്കുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട പ്രമുഖ നടന്മാരൊക്കെ തന്നെ, പ്രധാനപ്പെട്ട മമ്മൂക്കയാണെങ്കിലും മോഹൻലാലാണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും ഒക്കെ വളരെ താല്പര്യപൂർവ്വം ഇതിനോട് ചേർന്ന് നിൽക്കുന്നു. ഇതൊരു വൻ സംഭവമാക്കി മാറ്റണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു നല്ല സംഭവമാക്കി മാറട്ടെ. അതിൽ ഞങ്ങൾക്കും നിങ്ങളോടൊപ്പം പങ്കുചേരാൻ ഒരു വലിയൊരു അഭിനന്ദനം നിങ്ങളെല്ലാവരും. നമ്മൾ പല ഓഫറുകളും വന്നു വീഡിയോ റൈറ്റ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം, ഹൈദരാലിയുടെ ഈ ടീമിനെ തിരഞ്ഞെടുക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ ചാനൽ കാണിച്ചൊരു സ്റ്റാൻഡുണ്ട്, ഒരു നിലപാട്. വെറുതെ കിട്ടിയ വാർത്തകളുടെ പുറകെ പോയി ഒരാളുടെ ജീവിതം തകർക്കുക എന്നുള്ള രീതിയിൽ പലരും ചെയ്യുമ്പോൾ വ്യത്യസ്തമായി വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൊടുക്കുകയും അത് വളരെ സത്യസന്ധമായി ജനങ്ങൾ എത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മളിത് കൊടുത്തത്. ഞങ്ങൾക്ക് അതേ സ്നേഹത്തോടുകൂടി ഒരു കാര്യങ്ങൾ പറഞ്ഞേക്കാവോ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് പ്രേക്ഷകരോട് പറഞ്ഞേക്കാവോ? പ്രേക്ഷകർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, കാരണം ഇത് പ്രേക്ഷകർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. 1 to Talk ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ
ഞാൻ ഹൃദയപൂർവ്വം ആവശ്യപ്പെടുന്നു. താങ്ക് യു ഏട്ടാ അജ്മി ചക്കി ഫ്രഷ് ആട്ട കൊണ്ടുള്ള ചപ്പാത്തി ഓരോ ഗോതമ്പ് മണിയും ന്യൂട്രീഷൻ ലോക്ക് ചെയ്ത് ഫൈബറിനാൽ സമ്പുഷ്ടമാണ്. അജ്മി ചക്കി ഫ്രഷ് ആട്ട കുടുംബത്തിന്റെ ആരോഗ്യത്തിന് ഒരു പ്രോമിസ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. Ladies and gentlemen, this is your captain speaking. Brides of Maharani from Maharani Wedding Collections, Todupuzha. Every bride is a Maharani.